2025 IPL-നിടെ പരിക്കേറ്റ ഗുർജപ്നീത് സിംഗിന് പകരം ദക്ഷിണാഫ്രിക്കൻ യുവതാരം ഡെവാൾഡ് ബ്രവിസിനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് റിക്രൂട്ട് ചെയ്തത്. ബ്രവിസിന്റെ വരവുമായി ബന്ധപ്പെട്ട് നടന്ന അണിയറ നീക്കങ്ങൾ വ്യക്തമാക്കി പുലിവാലി പിടിച്ചിരിക്കുകയാണ് ചെന്നൈ താരം അശ്വിൻ. പരിക്കേറ്റ ഒരു താരത്തിന് പകരം പുതിയ കളിക്കാരനെ ടീമിലെടുക്കുമ്പോൾ പരിക്കേറ്റ താരത്തിന്റെ പ്രതിഫല തുകയേക്കാൾ കൂടുതൽ പണം നൽകാൻ പാടില്ലെന്ന IPL നിയമം ലംഘിക്കപ്പെട്ടുവെന്നാണ് അശ്വിന്റെ പരോക്ഷമായ വെളിപ്പെടുത്തൽ. ഇതിപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഡെവാൾഡ് ബ്രവിസിന് നിരവധി ഫ്രാഞ്ചൈസികളിൽ നിന്ന് ആവശ്യക്കാർ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഏജന്റ് അധിക തുക ആവശ്യപ്പെട്ടതായി അശ്വിൻ തൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ പറഞ്ഞു. CSKയ്ക്ക് വേണ്ടി 2025 സീസൺ അവസാനത്തിലും ദക്ഷിണാഫ്രിക്കൻ ദേശീയ ടീമിനായി കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് ഈ 22-കാരൻ കാഴ്ചവെക്കുന്നത്. ബ്രവിസിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. കഴിഞ്ഞ IPL-ൽ CSKയ്ക്ക് വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. അദ്ദേഹത്തെ ടീമിലെടുക്കാൻ പല ഫ്രാഞ്ചൈസികളും ബന്ധപ്പെട്ടിരുന്നു. വില കാരണം പലരും പിന്മാറി. പകരക്കാരനായി കരാർ ചെയ്യുമ്പോൾ അടിസ്ഥാന വിലയാണ് നൽകേണ്ടത്. എന്നാൽ ഇത്ര തുക അധികം തന്നാൽ വരാമെന്ന് താരത്തിന് വേണ്ടി ഏജന്റ് പറഞ്ഞു. അശ്വിൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ വിശദീകരിച്ച വാക്കുകളാണിത്. അടുത്ത വർഷത്തെ ലേലത്തിൽ ഇതിനേക്കാൾ ഉയർന്ന പ്രതിഫല കരാർ തനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാലാണ് ബ്രവിസ് അടിസ്ഥാന വിലയേക്കാൾ കൂടുതൽ തുക ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത സീസണിൽ റിലീസ് ചെയ്യപ്പെട്ടാൽ നല്ല പ്രതിഫലത്തിന് കരാർ ചെയ്യപ്പെടുമെന്ന് കളിക്കാരന് അറിയാമെന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളിപ്പോൾ എനിക്ക് നല്ല പണം തരൂ, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ കൂടുതൽ ഉയർന്ന തുകയ്ക്ക് വിറ്റുപോകും എന്നതാണ് കാഴ്ചപ്പാട്. CSK പണം നൽകാൻ തയ്യാറായതുകൊണ്ടാണ് അദ്ദേഹം വന്നത്. സീസൺ അവസാന പകുതിയിൽ CSK ടീം കോമ്പിനേഷൻ ശക്തമായിരുന്നു. IPL 2026 മിനി ലേലത്തിൽ വരുമ്പോൾ അവരുടെ പക്കൽ 30 കോടി രൂപ ഉണ്ടാകും, അശ്വിൻ കൂട്ടിച്ചേർത്തു. ഫ്രാഞ്ചൈസി കളിക്കാരന് നൽകിയ പ്രതിഫലത്തേക്കാൾ കൂടുതലാകാത്ത വിലക്ക് പകരക്കാരനെ വാങ്ങാമെന്നതാണ് IPL നിയമം. 2025 താരലേലത്തിൽ ഗുർജപ്നീത് സിംഗിനെ 2.2 കോടി രൂപക്കാണ് CSK വാങ്ങിയത്. ബ്രവിസിനും ഇതേ തുക തന്നെ നൽകി കരാറുണ്ടാക്കി. ഇതിൽ കൂടുതൽ തുക രഹസ്യമായി നൽകിയ ശേഷമാണ് ബ്രവിസിനെ വാങ്ങിയതെന്നാണ് അശ്വിൻ്റെ വാക്കുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പലരും പറയുന്നത്. 2025 IPL സീസണിൽ CSK പതറിപ്പോയ ഘട്ടത്തിലാണ് ബ്രവിസ് ടീമിലെത്തുന്നത്. ബ്രവിസ് 6 മത്സരങ്ങളിൽ നിന്ന് 180 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 225 റൺസ് നേടിയത് CSKയുടെ തുടർ പ്രകടനത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. IPL ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ടീമുകളിലൊന്നായ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന സീസണാണ് കടന്നുപോയത്. അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ചെന്നൈ ടീം വലിയ വെല്ലുവിളി നേരിട്ടത് ബാറ്റിങ്ങിൽ തന്നെയായിരുന്നു. പവർ പ്ലേയിൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയ ടീമായി ചെന്നൈ മാറി. ഹോം മൈതാനത്ത് മികച്ച റെക്കോർഡുണ്ടായിരുന്ന ചെന്നൈക്ക് പക്ഷേ ഇത്തവണ അതിനും സാധിച്ചില്ല. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ഉൾപ്പെടെയുള്ള താരങ്ങൾ പരിക്കേറ്റ് മടങ്ങുകയും ചെയ്തു. ഇതോടെയാണ് ആയുഷ് മാത്രേ, ഡെവാൾഡ് ബ്രവിസ് തുടങ്ങിയ യുവതാരങ്ങളെ ചെന്നൈ പകരക്കാരായി എത്തിച്ചത്. ഇവർ എത്തിയതോടെയാണ് ചെന്നൈയുടെ പ്രകടനം അല്പമെങ്കിലും മെച്ചപ്പെട്ടത്. അടുത്ത സീസണിൽ ചെന്നൈ ശക്തമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എന്നാൽ അതിനിടയിലാണ് അശ്വിൻ്റെ വെളിപ്പെടുത്തൽ തലവേദനയായി മാറിയിരിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.